പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, ഒക്ടോബർ മാസത്തിന്റെ 10-ാം ദിവസം ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ ദിനങ്ങളിൽ ഇന്ന് നമ്മൾ സന്തോഷത്തിന്റെ 5-ാം ദിവ്യരഹസ്യത്തെ ധ്യാനിക്കുകയാണ്. ഈശോയെ ദേവാലയത്തിൽ നഷ്ടപ്പെടുന്ന വലിയ ദുഃഖകരമായ ഒരു അനുഭവം. ദേവാലയത്തിൽ തിരുനാളിന് പോയി തിരികെ വരുമ്പോൾ വഴിയിൽ വെച്ച് ഈശോ തങ്ങളുടെ കൂടെയില്ല എന്ന് പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും തിരിച്ചറിയുകയാണ്. ഒരേ സമയം ദുഃഖത്തിന്റെ അനുഭവങ്ങൾ ഈ രഹസ്യം നമുക്ക് പകർന്നു തരുന്നു. അതോടൊപ്പം തന്നെ ഈശോയെ കണ്ടുമുട്ടുന്നതിന്റെ സന്തോഷവും. നമ്മുടെയൊക്കെ ജീവിതങ്ങള് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ വേദനയുടെ നഷ്ടപ്പെടലിന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈശോയെ നഷ്ടപ്പെട്ട അനുഭവം. ഒരുപക്ഷെ നമ്മൾ ദൈവത്തെ മറന്ന് ലോകത്തിന്റെ വഴിയിലൂടെ പാപത്തിലൂടെയൊക്കെ നമ്മൾ ജീവിക്കുന്ന അവസരങ്ങളിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാറുണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ഇല്ലാത്ത, അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തില് തിന്മ പിശാച് നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച ആ അവസരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈശോ നഷ്ടപ്പെട്ട അവസരങ്ങൾ തന്നെയാണ്. ഇനിയും ഒരുപാട് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ പോലും ആത്മീയമായിട്ടുള്ള ഒരു വരൾച്ച, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ വിശുദ്ധരുടെ ജീവിതങ്ങളിൽ പോലും നമ്മൾ കാണുന്നുണ്ട്. അവസരങ്ങളിലൊക്കെ അവർ ആത്മാർത്ഥമായി ദൈവത്തിനു വേണ്ടി അവര് ദാഹത്തോടു കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നഷ്ടപ്പെടുന്ന അനുഭവങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ആ ദൈവത്തെ അന്വേഷിക്കുന്ന അവസരങ്ങളായിട്ട് ദൈവത്തിലേക്ക് തിരികെ വരാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ പിന്നീട് കാണുന്നു 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം മാതാവും യൗസേപ്പ് പിതാവും ഈശോയെ കണ്ടുമുട്ടുന്നത് ദൈവാലയത്തിലാണ്. നമുക്ക് ദൈവത്തെ കണ്ട് നഷ്ടപ്പെടുന്ന അവസരങ്ങളിൽ, ഈശോയെ നഷ്ടപ്പെടുന്ന അവസരങ്ങളിലൊക്കെ പ്രാർത്ഥനയിൽ ഒരുപാട് ക്ഷമയോടുകൂടെ കർത്താവിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇരുട് മൂടുന്ന അവസരങ്ങളിലൊക്കെ നിരാശയിലേക്കും തകർച്ചയിലേക്കും ലോകത്തിന്റെ മറിമായങ്ങളിലേക്കും മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ജഡമോഹത്തിന്റെയും ഒക്കെ പുറകെ പോകാനുള്ള അവസരങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ. ദൈവം നഷ്ടപ്പെടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കണം, ആകാംക്ഷയോടുകൂടി അന്വേഷിക്കണം. കണ്ടെത്തുവോളം കർത്താവിനെ അന്വേഷിക്കാൻ നമ്മൾ തയ്യാറാകണം എന്ന് പരിശുദ്ധ അമ്മ ഈ ദിവ്യരഹസ്യത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മോട് പറഞ്ഞു തരികയാണ്. ഈശോയെ കണ്ടുമുട്ടി കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ ചോദിക്കുന്നുണ്ട്, മകനെ, നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? എന്നാൽ നമ്മൾ കണ്ടുമുട്ടുന്നു, ഈശോ പരിശുദ്ധ അമ്മയോട് പറയുകയാണ്, യോസേപ്പ് പിതാവിനോട് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഈശോ തിരുവചനങ്ങളില് ഈശോയെ നമ്മൾ വെളിപ്പെട്ട് കിട്ടുന്ന ആദ്യ ഭാഗമാണ്. അതായത് ഈശോ സംസാരിക്കുന്നത്, ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നില്ലേ? നമ്മൾ വചനത്തിന്റെ അവസാനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോ കുരിശിൽ അവിടുന്ന് തല ചായ്ച്ച് മരിക്കുമ്പോൾ, പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന്റെ കാര്യങ്ങളിൽ സദാസമയവും വ്യാപൃതനായിരിക്കുന്ന ഈശോ. പ്രിയമുള്ളവരെ, വിശുദ്ധി എന്ന് പറയുന്നത് ഈ ദൈവവിചാരമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നടക്കാൻ, ദൈവത്തിന്റെ തിരികിതം അന്വേഷിക്കാൻ നമ്മൾ തയ്യാറാകണം. പരിശുദ്ധ അമ്മയോ അത് തന്നെയാണ് പ്രാർത്ഥിച്ചത്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കിന്റെ നിറവേറട്ടെ. ദൈവപിതാവിന്റെ തിരികിതം നടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മ. വിശുദ്ധ യൗസേപ്പ് പിതാവും സ്വപ്നം കാണുന്നത് ആ ദൈവത്തിന്റെ തിരികിതം നടക്കാൻ വേണ്ടിയിട്ടാണ്. തിരുക്കുടുംബം മുഴുവൻ നമ്മൾ കണ്ടുമുട്ടുന്നത് ആ ദൈവഹിതത്തിനു വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ഈശോയെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ നമ്മളും ദൈവത്തിന്റെ ഹിതത്തിന് കാതോർക്കണം. എൻ്റെ ജീവിതത്തിൽ ഈശോയെ നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ, അത് സങ്കടത്തിന്റെ അനുഭവങ്ങളാണെങ്കിൽ ഞാൻ അവിടുത്തെ കണ്ടെത്തുവോളം അന്വേഷിക്കണം. ഈശോ എനിക്ക് വീണ്ടും സ്വന്തമാകണം. അതിനുവേണ്ടി നമ്മൾ ഏതറ്റം വരെ പോകാൻ പ്രിയമുള്ളവരെ തയ്യാറാകണം. ലോകം നമുക്ക് നൽകുന്ന നൈമിഷികമായ സുഖങ്ങൾ, ജഡത്തിന്റെ മോഹങ്ങൾ, ലൗകികത, മയക്കുമരുന്ന്, മദ്യപാനം, പ്രത്യേകിച്ചും യുവജനങ്ങള് പലതിന്റെയും അടിമത്തത്തിലാണ്. ദൈവത്തെ കാണാൻ പറ്റാതെ ആത്മീയ മേഖല മൂടപ്പെട്ട് ലോകാരൂപിയിൽ ജീവിക്കുന്ന, വിശ്വാസം നഷ്ടപ്പെട്ട ഒരു തലമുറയായിട്ട് മാറിയിരിക്കും. അതേോർത്ത് പരിശുദ്ധ അമ്മയെ പോലെ, യൗസേപ്പ് പിതാവിനെ പോലെ എത്രയോ മാതാപിതാക്കന്മാരാണ് കണ്ണുനീരോടെ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്, അവരെ തിരികെ കിട്ടാൻ വേണ്ടി. നമുക്കും അമ്മയോട് ചേർന്ന് ഈ ദിവ്യരഹസ്യത്തെ കുറിച്ച് ധ്യാനിക്കാം. ഈശോയെ തിരികെ കിട്ടുമ്പോൾ ഒരിക്കലും നഷ്ടപ്പെടാതെ അവിടുത്തോട് ചേർന്ന് നിൽക്കുക, അവിടുത്തെ ചേർത്ത് പിടിക്കുക. അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ഭരണം നടത്തണം. പ്രിയമുള്ളവരെ, ഈ സന്തോഷത്തിന്റെ രഹസ്യങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ മാതാവ് പറയുകയാണ്, ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടമാകരുത്.
അവിടുന്ന് രക്ഷകനാണ്, അവിടുന്ന് ജീവൻ പ്രദാനം ചെയ്യുന്നവനാണ്. അവിടുന്ന് നിന്റെ ഹൃദയത്തിന്റെ രാജാവായി എപ്പോഴും ഉണ്ടാകണം. അവിടുത്തെ തിരുഹിതം എപ്പോഴും തിരിച്ചറിയാൻ നീ പരിശ്രമിക്കും. പ്രിയമുള്ളവരെ, നമുക്കും അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിൽ ഈശോയെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കണ്ടെത്തുവോളം അന്വേഷിക്കാൻ, കണ്ടെത്തി കഴിയുമ്പോൾ ചേർത്ത് പിടിക്കാൻ, ഇനി ഒരിക്കലും എൻ്റെ കർത്താവ് എന്നെ വിട്ടുപോകാത്ത വിധത്തിൽ ഈശോയോട് ചേർന്ന് നിൽക്കാൻ, അവിടുത്തെ തിരുഹിതം അന്വേഷിച്ച് ജീവിക്കാൻ നമുക്കും ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.